രാജീവ് ചന്ദ്രശേഖറിന് തന്നെ പോയിട്ട് ഒരു മുസ്ലിം വീട്ടിൽ പോയിട്ട് അസ്സലാമു അലൈക്കും പറഞ്ഞ് ഞങ്ങൾ അപകടകാരിയല്ല. അപ്പോൾ അത് തിരിച്ചു ചോദിക്കില്ലേ? അപ്പോൾ കളമശ്ശേരി ബോംബ് സ്ഫോടനം ഉണ്ടായപ്പോൾ നിങ്ങൾ പറഞ്ഞത് എന്താണെന്ന് ചോദിക്കില്ലേ? ബി ജെ പി എന്താണെന്നതിനെക്കുറിച്ച് മലയാളികൾക്ക് നന്നായിട്ട് അറിയാം. കാരണം അത്രമാത്രം പൊളിറ്റിക്കലി വോക്കായിട്ടുള്ളൊരു സ്റ്റേറ്റാണ് കേരളം. ബി ജെ പിയെക്കുറിച്ച് കേരളത്തിൽ ആർക്കെങ്കിലും തെറ്റിദ്ധാരണയുണ്ടോ? യഥാർത്ഥത്തിൽ ബി ജെ പി ശ്രമിക്കേണ്ടത് ഞങ്ങൾ ഇതുപോലെ സൗമ്യരായ കേരള മോഡൽ ബി ജെ പിക്കാരല്ല. ഞങ്ങൾ നോർത്ത് ബി ജെ പി പോലെ തന്നെ ഹാർഡ് കോർ ആണെന്ന് ജനങ്ങളോട് പറയുകയാണ് വേണ്ടത്. സത്യം പറയുകയാണെങ്കിൽ ഇനി അങ്ങനെയല്ല. ബി ജെ പി അപകടകാരിയല്ല, ബി ജെ പി ന്യൂനപക്ഷങ്ങൾക്കെതിരല്ല, ബി ജെ പി ന്യൂനപക്ഷങ്ങൾക്കിടയിൽ തമ്മിൽ തെളിയിക്കുന്ന പാർട്ടിയല്ല ഇവന്മാർ പറയുന്ന പോലെ എന്ന് തെളിയിക്കാനാണ്. എങ്ങനെയാണ് അത് തെളിയിക്കുക? അത് തെളിയിക്കാൻ എന്തിനാണ് അബ്ദുള്ള കുട്ടി ജിയെയും അബ്ദുസലാം ജിയെയും കൂട്ടുപിടിക്കുന്നത്? രാജീവ് ചന്ദ്രശേഖരൻ നേരിട്ട് പറഞ്ഞാൽ പോരെ? ഒരു മുസ്ലിം ഔട്ട്റീച്ചാണ് ഉദ്ദേശമെങ്കിൽ, ഇപ്പം ഞങ്ങൾ അപകടകാരികളല്ല എന്ന് പറയുകയാണെങ്കിൽ എന്തിനാണ് അബ്ദുള്ള കുട്ടിയും അബ്ദുസലാം ജിയെയും മുന്നിൽ നിർത്തുന്നത്? അവർക്ക് നേരിട്ട് പറഞ്ഞാൽ പോരെ. അത് നേരിട്ട് പറയാനുള്ള ആത്മവിശ്വാസം അവർക്കില്ല. അതാണ് പ്രശ്നം. രാജീവ് ചന്ദ്രശേഖരന് തന്നെ പോയിട്ട് ഒരു മുസ്ലിം വീട്ടിൽ പോയിട്ട് അസ്സലാമു അലൈക്കും പറഞ്ഞ് ഞങ്ങൾ അപകടകാരിയല്ല. അപ്പോൾ അത് തിരിച്ചു ചോദിക്കില്ലേ? അപ്പോൾ കളമശ്ശേരി ബോംബ് സ്ഫോടനം ഉണ്ടായപ്പോൾ നിങ്ങൾ പറഞ്ഞത് എന്താണെന്ന് ചോദിക്കില്ലേ? നിങ്ങൾക്ക് തൊട്ട് മുമ്പുള്ള സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേരളത്തിൽ പറഞ്ഞ അത്ര വർഗീയത വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ബിരിയാണിയിൽ തുപ്പിയാണ് വിതരണം ചെയ്യുന്നതെന്ന് പ്രസംഗിച്ച അത് ഇതുവരെയും മാപ്പ് പറയുകയോ പിൻവലിക്കുകയോ ചെയ്യാത്ത ആളാണ്. കേരളത്തിലെ ഏറ്റവും കൊടിയ വർഗീയ വേഷം പറഞ്ഞുകൊണ്ടിരുന്ന പി സി ജോർജിനെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്ന ആളാണ് രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള ആളുകൾ. അപ്പോൾ നിങ്ങൾ ഈ പി സി ജോർജിനെ വെച്ചിട്ടാണോ മുസ്ലിം വോട്ടിച്ച് നടന്നെന്ന്? വരുന്ന ഏത് വിദ്യാഭ്യാസമില്ലാത്ത ഒരു മുസ്ലിം കുടുംബത്തിൽ ചെന്നാൽ പോലും അവർ തിരിച്ചു ചോദിക്കും, ഇതാണെന്ന് ചോദിക്കും. അപ്പോൾ ഇപ്പം നടത്തുന്ന എക്സസൈസിനെ കുറിച്ച് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, അതായത് ബി ജെ പിയുടെ വോട്ട് ബാങ്കുണ്ട്. അതായത് ഉറച്ച കേഡർ വോട്ട് ബാങ്കിനെ കുറിച്ചല്ല, ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, കൂടുതലായി വരുന്ന വോട്ടർമാരുണ്ട്. ആ വോട്ടർമാരിൽ അവ്യക്തത ഉണ്ടാക്കാനാണോ ഈ ശ്രമം എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഈ വോട്ടർ എന്താണ്? ഇപ്പോൾ മുസ്ലിം ഔട്ട്റീച്ച് നടന്നു, ക്രിസ്ത്യൻ ഔട്ട്റീച്ച് നടന്നു. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് നടത്തിയപ്പോൾ സംഘപരിവാർ വോട്ടർമാരിൽ നിന്ന് അതിശക്തമായ വിമർശനമാണ് രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ടായത്. നിങ്ങൾ എന്തിനാണ് കന്യാസ്ത്രീകളെ ഇറക്കാൻ പോകുന്നതെന്നാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. അവർ റൈസ് ബാഗ്സ് ആണ്, കൺവേർഷൻ മാഫിയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഈ മുസ്ലിം ഔട്ട്റീച്ച് നടത്തിയാൽ അതിൽ ശക്തമായ വിമർശനം ആർക്കുണ്ടാവും? രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ടാവും. ഇത് തന്നെയാണോ രാജീവ് ചന്ദ്രശേഖരൻ്റെ ലക്ഷ്യം എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകേണ്ട കാര്യം. അതിൻ്റെ കാരണം വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൊട്ട് മാസങ്ങൾക്കകം അസംബ്ലി തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ബി ജെ പിയുടെ കോർ വോട്ട് ബാങ്കിൽ അവ്യക്തത ഉണ്ടായാൽ ഇങ്ങനെ നടക്കുന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ, അതായത് ഈ മുസ്ലിം ഔട്ട്റീച്ചിനും ക്രിസ്ത്യൻ ഔട്ട്റീച്ചിനും നടക്കാതെ വരും, ഇവർക്ക് എന്തിനു വോട്ട് ചെയ്യണമെന്ന് ബി ജെ പിയുടെ കോർ വോട്ട് ബാങ്കിന് അവ്യക്തത ഉണ്ടായാൽ അതിൻ്റെ ഗുണം ആർക്കാണ് എന്ന ഉത്തരത്തിലാണ് ഈ ക്യാമ്പയിൻ്റെ യഥാർത്ഥ ലക്ഷ്യം.